ഗായത്രിയമ്മ വരും. ഇതാ ഗായത്രിയമ്മയെ താക്കോല്. ഐശ്വര്യമായിട്ട് വിഘ്ന വിനാശകനായ ഭഗവാൻ വിനായകനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വാതിൽ തുറന്നോളൂ. ദാ ഭഗവാനെ, എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണേ. സത്യം പറഞ്ഞ ഇപ്പോഴാ ബാലമേ എന്റെ മനസ്സിനൊരു സമാധാനമായത്. ഇങ്ങോട്ട് വരുന്നത് വരെ എന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കകളായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. ഇനി ഈ വീട്ടിൽ മനസ്സമാധാനത്തോടെ താമസിക്കണം. എല്ലാം നല്ലതിനായിരുന്നു എന്ന് കരുതിയാ മതി. ഇപ്പൊ എന്തായാലും ഗായത്രിയമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇനി അങ്ങോട്ടും എല്ലാം ശുഭമായിരിക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്ക് ഗായത്രിയമ്മയോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ബാലമ്മ? രാജനന്ദിനി വിലാസം പോലെ ഈ വീട്ടിലും ഒരു മുറി എപ്പോഴും പൂട്ടിയിടണോ? ബാലമ്മ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. രാജനന്ദിനിയുടെ ഓർമ്മകൾക്കായി ഒരു മുറി, അത് രവിയുടെ തീരുമാനത്തിന് വിടുന്നതല്ലേ നല്ലത്? കാരണം അവനോളം അതിൽ വേറൊരു തീരുമാനമെടുക്കാൻ നമുക്കാവില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് സാരമില്ല ബാലമ്മ. ബാലമ്മ ഒരു കാര്യം ചെയ്, ഗണപതി ഹോമത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യ. എല്ലാം ഐശ്വര്യത്തോടുകൂടി തന്നെ ആരംഭിക്കട്ടെ. ശരി ഗായത്രിയമ്മേ. ഇതാണ് ഇനി മുതൽ നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്.
ആ അമ്മേ അമ്മേ, ഇപ്പൊ അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറി സന്തോഷമായില്ലേ? സന്തോഷമല്ല മോനെ, അതിനപ്പുറം സുരക്ഷിതത്വവും സമാധാനവും അമ്മയ്ക്ക് തോന്നുന്നത്. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ ആവണമെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം എന്താണോ അത് നടത്തി തരികയല്ലേ മകനായ എന്റെ ധർമ്മം. നിങ്ങൾ സംസാരിക്കേ. മോളെ ശ്രീലക്ഷ്മി, ഇനി മുതൽ ഇതാ മോളുടെ വീട്. ഞങ്ങൾ വന്ന് കുറച്ചു ദിവസം മാത്രമേ ഇവിടെ താമസിക്കുള്ളൂ. മോൾക്ക് ഈ വീട് ഇഷ്ടമായോ? എനിക്കങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നുമില്ല അമ്മേ. എവിടെ ആയാലും നിങ്ങളോടൊപ്പം കഴിയുന്ന എനിക്ക് സന്തോഷം. ഇവിടെ ധാരാളം മുറികളുണ്ട്. മോൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ താമസിക്കാം. പണ്ട് നിങ്ങളിവിടെ കുറച്ചു ദിവസം താമസിച്ചപ്പോ രവി സാറ് താമസിച്ചിരുന്ന റൂം മതി ഇനിയും ഞങ്ങൾക്ക്. അയ്യോ മോളെ, അതവിടെ ആ മുറി ഇപ്പൊ ആരും തുറക്കാറില്ല. മാത്രമല്ല, രവിക്കുഞ്ഞിന്റെയും മാത്രമേ ഉള്ളൂ അതിന്റെ താക്കോല്. മോൾ എന്താ നോക്കുന്നത്? അല്ല, പുറത്ത് മൂടിയിട്ടിരിക്കുന്നൊരു വണ്ടി കണ്ടു. ആരുപയോഗിച്ചിരുന്നതാ? അയ്യോ അമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് രാജനന്ദിനി കുഞ്ഞ് ഉപയോഗിച്ചിരുന്നതാ കുഞ്ഞ്. രാജനന്ദിനി കുഞ്ഞിന്റെ മരണശേഷം അതിവിടെ കൊണ്ടിട്ടു. ഇപ്പോഴും നല്ല കണ്ടീഷനാ. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സെക്യൂരിറ്റി അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഇവിടെയുണ്ട് രാജനന്ദിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് നിറം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ. അല്ല, കുഞ്ഞിന് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ആ കാർ കുഞ്ഞിനും ഉപയോഗിക്കാം. അത് വേണ്ട ബാലമേ. രാഘുകാലം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുപ്പ് കത്തിച്ച് ഐശ്വര്യമായി പാല് കാച്ചാമായിരുന്നു. ആ, അപ്പോ ഇനി സംസാരിച്ചു നിന്ന് സമയം കളയണ്ട. മോളെ, നീ അടുക്കളയിലോട്ട് ചെല്ല്. മോളുടെ കൈകൊണ്ട് തന്നെ ആ കർമ്മം നടക്കട്ടെ. അയ്യോ അമ്മ, ഞാനോ? അതിന് യോഗ്യതയുള്ള വേറെ ആരാ ഇവിടെ ഉള്ളത്? ശ്രീലക്ഷ്മി തന്നെ പാല് തിളപ്പിക്കണം. ചെല്ല്. അമ്മേ, രഘുവും അനിയത്തിക്കുട്ടിയും കൂടെ വന്നിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അവർക്ക് ഈ വക കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലാത്തതല്ലേ, പ്രത്യേകിച്ചും രേഖയ്ക്ക്. മോള് ചെല്ല്. ഇനി സമയം കളയണ്ട. അമ്മേ, രാജാറാം സെക്യൂരിറ്റി ടീമിനെ ഒന്നുകൂടി ബലപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ഒന്നും ഓർത്തും മനസ്സ് വിഷമിക്കണ്ട. ഇല്ല മോനെ, അമ്മയ്ക്കിപ്പോ ഒരു വിഷമവും ഇല്ല. അമ്മയുടെ മനസ്സിപ്പോ ശാന്തമാണ്. ശരി അമ്മ, അമ്മ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. ബാലമ്മ, രവിയും ശ്രീലക്ഷ്മിയും ആദ്യമായി ഈ വീടിന്റെ പടി കയറിയത് ശുഭസമയത്ത് തന്നെയാണോ? ആ സമയം നോക്കേണ്ട കാര്യമില്ല ഗായത്രിയമ്മേ. അശുഭമായിട്ടൊന്നുമില്ല. രവിക്കുഞ്ഞും ശ്രീലക്ഷ്മിക്കുഞ്ഞും വലുതുകാലം വെച്ച് കയറിയത് രാഹുകാലത്താ. അത് ദോഷങ്ങളെ വിളിച്ചു വരുത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഗായത്രിയമ്മയോട് പറഞ്ഞ അമ്മ വിഷമിക്കും. ഈശ്വര, ആപത്തുകൾ തുടർക്കഥയാകുമോ?
വീട് മാത്രമേ മാറുന്നുള്ളൂ, ശത്രുക്കൾ കൂടെ തന്നെയുണ്ട്. ഈ കൂടുമാറി കൂടുമാറ്റം എനിക്ക് കൂടുതൽ സഹായകമായി വന്നേക്കാം. പക്ഷേ അപായപ്പെടുത്താനുള്ള ശത്രുക്കളുടെ ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. രാജനന്ദിനി വിലാസത്തിൽ നിന്നും വർമ്മൻ വില്ലയിലേക്ക് താമസം മാറിയാലും മറഞ്ഞിരിക്കുന്ന ശത്രു അവസരം കാത്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മിക്കെതിരെയുള്ള ഓരോ നീക്കവും തടയാൻ ഞാനുണ്ടാവും. ഈ രാജനന്ദിനി എങ്ങനെയുണ്ട്? വാ. രേഖ എങ്ങനെയുണ്ട്? അമ്മ നിങ്ങൾ വന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല അമ്മേ. മോള് പേടിക്കണ്ട, 2 ദിവസം റെസ്റ്റ് എടുത്താൽ എല്ലാ അസുഖവും മാറും. അതെ, രേഖ ഇന്ന് ഓഫീസിലേക്കൊന്നും വരണ്ട. അല്ലമ്മേ, ചേട്ടായി ശ്രീലക്ഷ്മി ഒന്നും വന്നില്ലേ? ആ, അവര് വന്നു. രവി മുകളിലേക്ക് പോയി. ശ്രീലക്ഷ്മി ദേ അടുക്കളയിലും. അമ്മേ, രേഖ മാഡം, പാല്.
എനിക്ക് വേണ്ട. രേഖയ്ക്ക് ഇതെന്ത് പറ്റി? അതമ്മേ വേറൊന്നുമല്ല. രേഖയുടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയി. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അത് റിപ്പയർ ചെയ്ത് വാങ്ങണമെന്നും പറഞ്ഞിരുന്നു. എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ തിരക്കിനിടയിൽ മറന്നും പോയി. അതെന്താണെന്ന് വെച്ചാൽ വേഗം ശരിയാക്കി കൊടുക്ക്. അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുക്ക്. ഇല്ലെങ്കിൽ അത് മതി ഇവിടെ കോലാഹലം ഉണ്ടാകാൻ. പുതിയത് വേണ്ട, അത് തന്നെ വേണമെന്നുള്ള വാശിയില്ല രേഖ. അതിലെന്തോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഉണ്ടായ അനുഭവം അത്ര നല്ലതല്ലോ. അവളുടെ രൂപവും ഭാവവും കണ്ടപ്പോ തന്നെ എന്തോ ഒരു ഭയം. ശ്രീലക്ഷ്മി ഈ കുടുംബത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചല്ലോ ഒരാളാണ് ഞാൻ. അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നതും ഈ ഞാൻ തന്നെയാ. ഓഫീസിലെ വലിയ മാഡം, ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അങ്ങനെ വീട്ടിലെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നീ അടക്കി ഭരിച്ചോ. ആ ഫോൺ ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടേണ്ട സമയം, ആ സമയദൈർഘ്യം മാത്രം നിന്റെ ഈ വീട്ടിലെ ആയുസ്. നിന്റെ ഉള്ളിലിരിപ്പും നിന്റെ പുറമെയുള്ള സ്വഭാവം തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇവിടെ എല്ലാവരും അറിയുന്നതോടെ നിനക്ക് പതിച്ചു തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളും ആടയാഭരണങ്ങളും ഇറക്കി വെക്കേണ്ടി വരും. ഇറക്കി വയ്പ്പിക്കും ഞാൻ. പിന്നെ ബാക്കിയുള്ളത് ഈ രേഖയുടെ സിംഹാസനാരോഹണമാണ്. വർമ്മൻ കുടുംബത്തിലെ മഹാറാണിയായി രേഖയുടെ പട്ടാഭിഷേകം. അത് കാണാനുള്ള യോഗം പോലും നിനക്കുണ്ടാവില്ല ശ്രീലക്ഷ്മി. നോക്കൂ, രാജനന്ദിനി വിലാസം പോലെ അല്ല ഇപ്പോഴത്തെ വീട്. അവിടെ സേഫ്റ്റിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ഞാനിത് പറയാൻ കാരണം, രഘു സാറ് ജോഗിങ്ങിന് പോകുന്ന സമയം വരെ ഒരു വണ്ടി ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും ആ വണ്ടി ഏതാണെന്നോ എന്തിനാണ് അവിടെ പാർക്ക് ചെയ്തെന്നോ നിങ്ങൾ അന്വേഷിച്ചില്ല. രഘു സാറിനെ ആ വണ്ടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒടുവിൽ ആരുടെയോ ഭാഗ്യത്തിന് രഘു സാറിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്തത്. ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള അശ്രദ്ധകൾ ഉണ്ടാവാൻ പാടില്ല. അതിന് എന്തൊക്കെയാണോ മുൻകരുതൽ എടുക്കേണ്ടത് അതൊക്കെ അവിടെ ചെയ്യണം. എക്സ്ക്യൂസ് മീ രാജാറാം സർ. ശരി ശരി, ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ. എന്താ സാന്ദ്ര മാഡം, എന്റെ ക്യാബിനിലേക്ക് ഒരു വിസിറ്റ്? സർ, രാജനന്ദിനി സിൽക്സിന്റെ മോഡൽ ഫോട്ടോഷൂട്ടിന്റെ ഡയറക്ടറും ക്യാമറമാനും വന്നിരുന്നു. ഞാൻ അവരുടെ പ്രീവിയസ് വർക്കുകളൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അവർ വളരെ ക്രിയേറ്റീവും ഏറ്റെടുത്ത വർക്കില് സിൻസിയറിറ്റി ഉള്ളവരുമാണ്. അവരിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സർ. അവരുടെ 1-2 വർക്കിന്റെ ലിങ്ക് ഞാൻ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ പണി കുറച്ച് എളുപ്പമായല്ലോ അല്ലേ? അല്ല, എവിടെയാ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതാണ് സർ ചെറിയൊരു കൺഫ്യൂഷൻ. സെക്യൂരിറ്റി ഒക്കെ നോക്കി നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അവർ കുറച്ച് ഡിഫറെന്റ് ആയ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ തന്നെ ഫിക്സ് ചെയ്യണം. മറ്റൊരു ഓപ്ഷൻ ഗ്രീൻ മാറ്റ് ആയതുകൊണ്ട് അതെവിടെയായാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് രവി സാറിന്റെ വീട്ടിൽ, ഐ മീൻ രാജനന്ദിനി വിലാസത്തിൽ തന്നെ പ്ലാൻ ചെയ്താലോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്.
രാജേന്ദ്രന്റെ വിലാസം സേഫാണെന്ന് സാന്ദ്ര മാഡത്തിന് തോന്നുന്നുണ്ടോ? സുഷ്മി, come on, come on. അത് സർ, എനിക്ക് മനസ്സിലായി. മാഡം പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ചിന്തിച്ചത് തന്നെയാണ് ശരി. അന്ന് എനിക്കവിടെ കറക്റ്റ് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റിയില്ല. എന്റെ പ്ലാനൊന്നും വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് സത്യം. അല്ല സർ, ഇപ്പൊ നമുക്ക് ഫുൾ സെക്യൂരിറ്റിയോടുകൂടി ഈ ഫോട്ടോഷൂട്ട് അവിടെ പ്ലാൻ ചെയ്തുകൂടെ? അതാണ് സാന്ദ്ര മാഡം ഞാൻ പറഞ്ഞു വന്നത്. രവി സാറും ഫുൾ ഫാമിലിയും രാജനന്ദിനി വിലാസത്തിൽ നിന്നും വർമ്മൻ വില്ലയിലേക്ക് താമസം മാറി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഓഫീസിൽ തന്നെ ഗ്രീൻ മാറ്റിൽ ഫോട്ടോഷൂട്ട് ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ്. മാത്രമല്ല, ഇനി ഒരു കാര്യത്തിന് വേണ്ടിയും രാജനന്ദിനി വിലാസം എന്ന ആ വീട്ടിലേക്ക് പോകേണ്ടതില്ല. ഞാൻ ഗായത്രിയമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ രവി സാറ് തീരുമാനിച്ചാലേ എന്തും ചെയ്യാൻ പറ്റൂ എന്നാ പറഞ്ഞത്. രവി സാർ സമ്മതിക്കോ? സമ്മതിച്ചാ അവിടെ ഷൂട്ട് ചെയ്തൂടെ? സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ ഉറച്ച തീരുമാനങ്ങൾ പലതും മാറ്റേണ്ടി വരും സാന്ദ്ര മാഡം. മാഡം കേട്ടിട്ടില്ലേ, സമയോചിത തീരുമാനങ്ങൾ ആപത്തുകളെ അകറ്റി നിർത്തുമെന്ന്? ആ ആപത്ത് എന്താണ് രാജാറാം സാർ? എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? പലരെയും, പലതിനെയും. എനിക്ക് മനസ്സിലായി സാർ. ആ വീട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും അപകടകാരിയാവുന്നത് അപ്രത്യക്ഷത്തിലുള്ള GD അല്ല, പ്രത്യക്ഷത്തിലുള്ള ശ്രീലക്ഷ്മിയാണ്. രാജനന്ദിനി വിലാസത്തിലെ ആ ഒരു മുറി, ആ ഒരു റൂം ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടി വായിക്കുമ്പോ there is something wrong.